ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യൽ വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വിഷു സ്പെഷ്യൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. കണിക്കൊന്ന പൂവിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഓർഗൻ ക്ലോത്ത് വെച്ചിട്ടുള്ള കണിക്കൊന്നയായിരുന്നു അത്. ഇന്ന് നമുക്ക് സഞ്ചി വെച്ചിട്ടുള്ള ഒരു കണിക്കൊന്നയാണ്. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ്. ഒറിജിനൽ പോലെ തോന്നിക്കുന്ന കണിക്കൊന്നപ്പൂ നമുക്ക് സഞ്ചി കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലത്തെ സഞ്ചികളൊക്കെ കിട്ടിയാൽ അതൊന്നും വേസ്റ്റ് ആക്കാതിരിക്കുക, ചീത്തയാക്കാതിരിക്കുക. ഒരുപാട് ക്രാഫ്റ്റ് ഐഡിയാസ് നമുക്കതിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇന്ന് നമുക്ക് കണിക്കൊന്ന പൂവാണല്ലോ ഉണ്ടാക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ യെല്ലോ കളറിലുള്ള ഒരു സഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിന് നല്ല ഷേപ്പൊക്കെ കൊടുത്തതിന് ശേഷം നമുക്കൊരു പെറ്റൽസിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് കമ്പി പീസുകളൊക്കെ വേണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം കമ്പികളെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കമ്പി കട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെ വരുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ കമ്പികളെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ അറ്റങ്ങളിലായിട്ട് നമുക്ക് ഗ്രീൻ കളറൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കോൺട്രാസ്റ്റ് കളറായിട്ടുള്ള ആ ഒരു ഗ്രീൻ കളറല്ല കേട്ടോ, ഒരു ചാണകപ്പച്ച എന്നൊക്കെ പറയുന്ന ആ ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലോ, ആ ഒരു ഗ്രീൻ കളറാണ് നമ്മൾ ഇതിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ പെറ്റൽസുകളെ ഓരോന്നായിട്ട് അതിലേക്ക് വെക്കുക. അതിനുശേഷം നൂല് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. ഈ പെറ്റൽസുകൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്ലൂ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഡയറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നൂല് കൊണ്ട് ചുറ്റി കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും വൃത്തിയായിട്ടൊന്ന് പിടിച്ചാൽ മാത്രം മതി. അടിപൊളി ലുക്ക് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ അടിയിലായിട്ട് ഗ്രീൻ ടൈപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഒരു കിഡിലൻ ഫ്ലവർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒറിജിനൽ പോലെ തോന്നിക്കുന്ന ഒരു കണിക്കൊന്നപ്പൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കുറച്ച് ഫ്ലവറുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് ഫ്ലവറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ പണികളൊക്കെ തുടങ്ങാം. അതിന് മുന്നേ ആയിട്ട് ഇതിപ്പോൾ 4 ഇതളുകളുള്ള ഒരു കണിക്കൊന്ന പൂവാണല്ലോ. ഇനി നമുക്ക് വേണ്ടത് 3 ഇതളുകളുള്ള ഫ്ലവറാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതിനേക്കാൾ കുറച്ചുകൂടെ സൈസ് കുറവായിട്ടുള്ള ഒരു പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ 3 ഇതളുകൾ മാത്രമാണ് നമ്മൾ വെക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്ത് വെച്ചിട്ടുള്ള കുറേ അധികം ഫ്ലവറുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇനിയും സെറ്റാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊന്ന് തുടങ്ങാം. അതിൻ്റെ മുന്നേ ആയിട്ട് ഇതുപോലെ 2 പീസുകൾ എടുക്കുക. അതിൽ ഒരെണ്ണം ഇങ്ങനെ ചുരുട്ടി കൂട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കമ്പി വെച്ച് കൊണ്ടൊന്ന് ചുറ്റി കൊടുക്കാം. അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഗ്രീൻ ടാപ്പ് വെച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ പൂമൊട്ട് റെഡി ആയിരിക്കുകയാണ്. ഒറിജിനലായിട്ട് വരുന്ന കണിക്കൊന്നപ്പൂ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് പച്ച മുട്ടുകൾ കൂടി കാണാമല്ലേ? അപ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ച മുട്ടുകൾ കൂടി ഒന്ന് വേണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ മുട്ടുകൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു തണ്ടിൽ ചെയ്തിട്ടുള്ള ഗ്രീൻ കളർ ഉണ്ടല്ലോ, ആ ഒരു കളറിനെ ഇതിനെ മൊത്തത്തിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും അതിൻ്റെ ആ ഒരു പൂമൊട്ട്, പച്ച നിറത്തിലുള്ള ആ ഒരു പൂമൊട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രേ അതിൽ ചെയ്യാനായിട്ടുള്ളൂ. ഇനി നമുക്ക് വലിയ ഒരു കമ്പി എടുക്കാം. അതിനെ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പൂമുട്ടുകളെ അതിലേക്ക് ഫസ്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ ആ ഒരു ഗ്രീൻ കളറിലുള്ള പൂമുട്ടുകളെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ യെല്ലോ കളറിലുള്ള പൂമുട്ടുകളെ വെച്ച് കൊടുക്കാം. അതിനുശേഷം 3 ഇതളുകളുള്ള ആ ഒരു പൂക്കളെ വെച്ച് കൊടുക്കാം. ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഫസ്റ്റായിട്ട് 1 പൂവ്, 2 പൂവ്, അങ്ങനെ മുകളിലെത്തും തോറും പൂക്കളുടെ എണ്ണം ഇങ്ങനെ കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എപ്പോഴും കണിക്കൊന്ന പൂ കണ്ടിട്ടില്ലേ? അതിൻ്റെ അടിയിലായിട്ട് അത്ര പൂക്കളൊന്നും ഉണ്ടാവില്ല. മുകളിലെത്തും തോറും അതിന് ഇഷ്ടം പോലെ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ തന്നെ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ചെറിയ കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് ഇതുപോലത്തെ പൂക്കളൊന്നും എൻ്റെ നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ അമ്മയുടെ വീട്ടിലുണ്ടായിരുന്നു ഇത്. അപ്പോൾ സ്കൂൾ വെക്കേഷൻ ആവുന്ന സമയത്ത് അവിടെ പോകുമ്പം ഇഷ്ടം പോലെ പൂക്കളെ ഇങ്ങനെ തലയിൽ വെച്ചിട്ട് നടക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ പൂ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക.
അന്ന് അത് അറിയില്ല, ചെറിയ കുട്ടികളാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കണ ആ ഒരു രംഗമൊക്കെ എല്ലാവരും ഇങ്ങനെ നോക്കി ചിരിക്കുമ്പം വലിയ അഭിമാനത്തോടു കൂടെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആ ഒരു രംഗമൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക. അതിനുശേഷം നമുക്ക് ഈ ഒരു പൂവിൻ്റെ പൂക്കളെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. കൂട്ടുകാരെ, ആദ്യമായിട്ടാണ് ഷൈൻ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. തീർച്ചയായും അതിൻ്റെ റീപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം കിടിലൻ വീഡിയോസ് വരുന്നുണ്ട്. താങ്ക് യു.